കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു ദൃശ്യം നമ്മൾ കണ്ടു. അങ്ങ് വയനാട് മാനന്തവാടി ആദിവാസി യുവാവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു വിനോദസഞ്ചാരികളുടെ കാർ. ആ കാർ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കണിയാമ്പുഴയിൽ നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. കാർ ഓടിച്ച കണിയാമ്പറ്റ സ്വദേശി ഹർഷിദ് അടക്കമുള്ള പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അരയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ ചെമ്മാട് നഗർ സ്വദേശി മാതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി OR കേളുവും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇവരെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ഹർഷിദും അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 3 പേരെന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ. ഹർഷിദിൻ്റെ പേരും അഡ്രസ്സൊക്കെ കിട്ടി. കണിയാമ്പറ്റ സ്വദേശിയാണ്, പച്ചിലക്കാട്. ഇനിയുള്ള 3 പേരെ കൂടെ കണ്ടുപിടിക്കുന്നത് അയാൾക്കേ അറിയാൻ പറ്റുള്ളൂ. വാഹനത്തിന് നമ്പർ വെച്ചിട്ട് നേരത്തെ കുറ്റിപ്പുറം സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഈ RC മാറ്റാത്ത കുറ്റിപ്പുറം സ്വദേശിയാണ്. അവരുടെ മകളെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് ഇവിടെയാണ്, പച്ചിലക്കാട്. അപ്പം മകളുടെ ഭർത്താവിനായിട്ടാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. ഹർഷിദ് എന്ന് പറയുന്ന ആളാരാണ്? ഹർഷിദ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അനിയനാണ്. ഇതിൽ മൊത്തം 4 പേരാണ് പറയും. ഇന്നലെ ഒരു വണ്ടി അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ളതാണ്. രാത്രി വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് പോയിട്ടുള്ളൂ. രാവിലെ 12 മണിക്ക് എടുത്തെന്നാണ് പിന്നെ. അതിനുശേഷം സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ കുളിക്കാൻ പോകണമെന്ന് വീട്ടിൽ പറഞ്ഞ് വണ്ടി എടുത്തിട്ട് പോയത്. കുളിക്കാൻ വേണ്ടി പോകുന്നു വണ്ടി എടുത്തുകൊണ്ട് പോയതാണ്. അതിനുശേഷം ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിന് ശേഷം ഒരു വീട്ടിൽ വണ്ടിയും കൊണ്ടിട്ടിട്ട് ഇങ്ങനെ പോയി. പിന്നെ നമ്മൾ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ അവിടുത്തെ അഡ്രസ്സൊക്കെ എടുത്ത് നമുക്ക് തന്നത്. അങ്ങനെ അവിടെ പോയി വണ്ടി അവിടെ നിന്ന് കിട്ടിയത്. പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇനി പ്രതികളെ എത്രയും പെട്ടെന്ന് നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ആർഷിത്. ഏത് ഭാഗത്തേക്ക് ഇല്ല, അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കൂടുതലായിട്ട് അന്വേഷിച്ച് പിന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ബാക്കി നടപടി ചെയ്യും. ഇവരുടെ ഫോട്ടോസും ഇല്ല, കിട്ടിയിട്ടില്ല. ഇത്തരത്തിൽ 4 ആളുകൾ ഉണ്ടായിരുന്നെന്നാണല്ലോ ഈ മാതൻ പറയുന്നത്. ഈ ഹർഷിദും ഒഴിച്ച് ബാക്കി 3 ആളുകളെ പറ്റി തിരിച്ചറിഞ്ഞു ഇല്ല, അത് ഹർഷിദിനെ അറിയാം. ഹർഷിദിൻ്റെ സുഹൃത്ത്. വീട്ടുകാർക്ക് അറിയത്തില്ല. വീട്ടുകാർക്ക് ഹർഷിദ് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പോയത്. അങ്ങനെ വീട്ടിൽ നിന്ന് പോയിട്ട്. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങളുമായി. ദീപക് മോഹൻ, ഇപ്പോൾ കാർ കണിയാമ്പുഴയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരാളെ കുറിച്ചുള്ള വിവരം, അതായത് ഹർഷിദ് എന്നയാളെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു? ക്രൂരമായ കുറ്റകൃത്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. വിനീത, ഹർഷിദ് എന്ന ആളാണ് വാഹനം ഓടിച്ചതെന്ന് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുനിൽ ഗോപി നമ്മളോട് പറഞ്ഞു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരാണെന്ന് ഹർഷിദിന് മാത്രമേ അറിയുള്ളൂ. ഇതാണ് ആ കാർ. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പയ്യമ്പള്ളിക്ക് സമീപത്ത് വെച്ച മാതൻ എന്ന ആദിവാസി യുവാവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയത് ഈ കാറിലാണ്. രാവിലെ നമ്മൾ കാറിൻ്റെ നമ്പർ പറഞ്ഞിരുന്നു. KL 52H 8733 മാരുതി സുസുക്കി സെലേറിയോ എന്ന ചുവന്ന വാഹനമാണെന്ന് നമ്മൾ ദൃശ്യത്തിൽ കാണിച്ചിരുന്നു. ഈ ഭാഗത്ത്, അതായത് ഈ മുൻപിലിരുന്ന സീറ്റിലിരുന്ന ആളും തൊട്ടുപുറകിലിരുന്ന ആളുമാണ് മാതനെ വലിച്ചിഴച്ച് 400 മീറ്ററോളം കൊണ്ടുപോയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇപ്പോൾ ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കണിയാമ്പറ്റ, അതായത് കമ്പളക്കാട് കണിയാമ്പറ്റയ്ക്ക് സമീപമുള്ള പച്ചിലക്കാട് എന്ന സ്ഥലത്ത് നിന്നാണ് വാഹനം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്കായുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനന്തവാടി സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ ഗോപി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കീഴിലുള്ള 5 അംഗ സംഘമാണ് ഇത്ര വേഗം തന്നെ ഈ കേസ് തെളിയിക്കാനായി വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതും. ബാക്കി 3 പ്രതികൾക്കായി ഊർജിതമായ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ, അതായത് ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. പിന്നീട് ഈ വാഹനം ഓടിച്ച ആരാണെന്നത് കണ്ടെത്താനുള്ള വിശദമായ പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ വാഹനം ഇവർ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയത് എന്നാണ് പറഞ്ഞത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ സംഭവം നടന്നതിന് ശേഷം വാഹനം തിരികെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് പിന്നീട് ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ ആരാണെന്നതിനെപ്പറ്റി കൂടുതൽ വ്യക്തതയില്ല എന്നാണ് ഈ വാഹനം അവിടെ നിന്ന് കസ്റ്റഡി എടുക്കുമ്പോൾ പോലീസിനോട് മറ്റുള്ളവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും 4 ആളുകൾ വാഹനത്തിലുണ്ടായിരുന്നു. കണിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശിയായ ഹർഷിദ് എന്ന ആളാണ് വാഹനം ഓടിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി കൂടെയുള്ള 3 ആളുകൾക്കായുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ 3 ആളുകളെയും ഉടൻ തന്നെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും ഒപ്പം ആരോഗ്യനില എങ്ങനെയുണ്ട്? മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കാർ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയത് കൊണ്ട് റോഡിൽ ഉരഞ്ഞ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിപ്പാടുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു.
വിനീത, മാദന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. 2 കാലുകൾക്കും 2 കൈക്കും ഒപ്പം അരയ്ക്ക് താഴോട്ടുമുള്ള ഭാഗത്തെല്ലാം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 400 മീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി റോഡിൽ ഉരഞ്ഞാണ് ഈ പരിക്കുകൾ പറ്റിയിട്ടുള്ളത്. മാത്രമല്ല മാദൻ്റെ ഇടത്തെ കൈയുടെ തള്ളവിരൽ ഈ ഡോറിനിടയിൽ കുടുങ്ങി വിരലിന് പൊട്ടലുമേറ്റിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വാഹനത്തിൻ്റെ ഇടത് സൈഡിൽ ഡ്രൈവർ ഇരുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ മാദനെ വലിച്ചിഴച്ച് 400 മീറ്ററോളം മുൻപോട്ട് കൊണ്ടുപോയത്. വലിയ പ്രതിഷേധത്തിനൊക്കെ രാവിലെ സാക്ഷിയായിരുന്നു. അതായത് കോൺഗ്രസ്, BJP അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം മുൻ മന്ത്രി PK ജയലക്ഷ്മി ചേരുകയാണ്. ആദിവാസികൾക്കെതിരെ തുടർച്ചയായി അതിക്രമം വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, അവിടെ നടന്ന അമ്മയും പിന്നെ മക്കളെയൊക്കെ പുറത്താക്കിയ സംഭവം അറിയാമല്ലോ, ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പം എന്താ പറയുക, ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ സ്വാഭാവികമായിട്ട് കുറുബ പോലുള്ള പ്രദേശത്ത് അവിടെ സാധാരണക്കാരായ ആളുകൾ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തുനിന്ന് ആളുകളൊക്കെ വരലുണ്ട്. പക്ഷേ ഇത്ര ദാരുണമായിട്ട് ഈ മാദൻ എന്ന് പറയുന്ന സഹോദരൻ അവിടെ വന്ന സമയത്ത് ആൾ മാറിയോണെന്ന് എങ്ങനെയാണെന്നറിയില്ല, അവരെ വലിച്ചഴച്ചുകൊണ്ട് ദാരുണമായ സംഭവമാണ്. കൊടും ക്രൂരതയാണ്. പ്രത്യേകിച്ചും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. കടവ്, കുറുവാദ്വീപ് മേഖലകളിലൊക്കെ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ല, ചെറുതായിട്ട് ഇങ്ങനെ വിഷയങ്ങൾ വരുന്നുണ്ട്, പുറത്ത് വരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അങ്ങനെ ഒരു സംഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ നിഗമനം എന്ന് പറയുന്നത് ഇവരൊക്കെ ലഹരിക്ക് അടിമയായ ആളുകളായിരിക്കാം. ഒരുപക്ഷെ മദ്യലഹരിയിലായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പം മാദൻ എന്ന സഹോദരൻ അവിടെ ചെന്നതാണ്. ചെന്ന സമയത്ത് അവിടെ ഒരു വിഷയം നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. നടക്കുന്ന സമയത്ത് അവിടെ ചെന്ന സമയത്ത് ആൾ മാറിയിട്ടാണോ എന്നല്ല, 1/2 കിലോമീറ്ററാണ്. 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. 1/2 കിലോമീറ്റർ നമ്മൾ ആ ചിത്രം കാണുമ്പോൾ ആ ഭീകരാവസ്ഥ നമ്മളുടെ മനസ്സിൽ എന്തുമാത്രം ഭീകരാവസ്ഥയെന്ന് വലിച്ചടച്ച് 1/2 കിലോമീറ്റർ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടിരുന്നു. കാലിനും നടുവിനും കൈക്കും ഒക്കെ മുറിവുകളുണ്ട്. അനങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്, ദയനീയ അവസ്ഥയാണ്. ഇതിനിത് ശക്തമായിട്ട് ഇനിയൊരു ലഹരി മാഫിയ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മദ്യപിച്ചിട്ടൊക്കെ വന്ന് സാധാരണ ജനങ്ങളുടെ മേലെ കയറാൻ അനുവദിക്കരുത്. അതിന് പോലീസിൻ്റെ സഹായം എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇത്തരത്തിലുള്ള കൊടും ക്രൂരതയ്ക്കെതിരെ അതിനൊരു ശക്തമായിട്ട്, പ്രത്യേകിച്ച് മിനിസ്റ്ററുടെ നാടാണ്, മിനിസ്റ്റർ മണ്ഡലമാണ്, മിനിസ്റ്റർ കൃത്യമായിട്ടുള്ള ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രത്യേകിച്ചും ആദിവാസികൾക്കെതിരെ നടക്കുന്ന ക്രൂരതകൾ ഓരോന്നായിട്ട് ഓരോ ദിവസം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കർശനമായിട്ട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. പ്രതികളെ വണ്ടി പിടിച്ചു, ഇനി പ്രതികളെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായിട്ട് പ്രതിഷേധത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ അത് നേതൃത്വം കൊടുക്കുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, വ്യക്തമാണ് ദീപക് മോഹൻ. ഏതായാലും കൊടും ക്രൂരതയാണ് ആദിവാസി യുവാവിന് നേരെ ഉണ്ടായത്. കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ശക്തമായ നടപടികൾ വേണം എന്നത് തന്നെയാണ് ആവശ്യം. ഏതായാലും കാർ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഒരു പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കൂടിയുള്ള അന്വേഷണം തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ ഒപ്പം സ്ഥലത്തെ മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കേളുവിന്റെ മണ്ഡലം കൂടിയാണ്. അദ്ദേഹവും കർശന നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തത്. ദീപക് മോഹനാണ് വിശദമായ വിവരങ്ങൾ വയനാട്ടിൽ നിന്നും നൽകിയത്.